ഈ ഇപ്പം നമ്മളിപ്പം മലയാളം മൂവീസിൽ ഭയങ്കര ഹിറ്റായ കുറേ പടങ്ങളൊന്നും വിമൻ ഓറിയൻറ്റഡ് അല്ല, അല്ലെങ്കിൽ വിമൻ്റെ ഒരു സ്ഥാനം മലയാളം സിനിമയിൽ കുറഞ്ഞു വരുന്നു, അങ്ങനെ കുറേ പ്രസ്ഥാനം നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മൂവിക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ലൈക്ക് വിമന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ടോ? നമ്മൾ ഇതിനകത്ത് ഓൾറെഡി ഒരു കൺജസ്റ്റഡ് പ്ലേസിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നടിയോട് നമ്മൾ സ്റ്റോറി പറഞ്ഞപ്പോൾ പോലും സിത്താര വിജയനാണ് ഇതിനകത്ത് ലീഡ് റോൾ ചെയ്തിരിക്കുന്നത്. സിത്താരയുടെ ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് എന്നെ ജി എന്ന് പറഞ്ഞൊരു സുഹൃത്താണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷോർട്ട് ഫിലിമിലാണ് പുള്ളി അഭിനയിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഷോർട്ട് ഫിലിം ഞാൻ വായിച്ചു തരുന്നത്, ആ കുട്ടിയെ എനിക്കൊന്ന് പരിചയപ്പെടുത്തണം, എൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ ലിമലിനെ ആദ്യം ഞാൻ ഇതിനകത്ത് ഹീറോ. അപ്പോൾ നായകൻ എന്ന കൺസെപ്റ്റ് എനിക്കിതിനകത്ത് ഒരാൾ വെറുക്കുന്ന ആളായിരിക്കണം, ഒരാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളായിരിക്കും. അപ്പോൾ അങ്ങനത്തെ രൂപപ്രകൃതി അന്വേഷിക്കും. ഇപ്പം താടിയൊക്കെ വളർത്തിയ ഒരാളെയാണ് കിട്ടിയത്. അവരെ നായകനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞ് സിത്താരയെ ലോക്ക് ചെയ്തു. പല ആൾക്കാരുടെ അടുത്ത് പോയായിരുന്നു, മെയിൻ സ്ട്രീമുള്ള നടന്മാരുടെ അടുത്ത് പോയായിരുന്നു. അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനാണ് ഞാൻ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ വന്നേക്കുന്നത്. കാരണം ഞാൻ പല നായകരുടെ അടുത്ത് പോയി എൻ്റെ എക്സ്പീരിയൻസ് ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ അതങ്ങനെയാണ്. അവരെ കുറ്റം പറയാൻ പറ്റില്ല, അത് അങ്ങനെയാണ്. അവർക്ക് ഇന്ന ആൾക്കാരൊക്കെ ചെയ്താൽ ഇന്ന ഹൈറാർക്കിയത്. ഞാൻ ബേസിക്കലി പൊളിറ്റിക്സ് എന്ന സിനിമയിലേക്ക് വരുന്നത്. അവിടെ ഞാൻ സീനിയേഴ്സിന് വേണ്ടി മാറിക്കൊടുത്തു. സിനിമയിൽ വന്നപ്പോഴും സീനിയേഴ്സ് ഞങ്ങൾ ഇന്നവരെ കൂടെ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ചില ക്ലബ് അവർ ചില യൂണിറ്റ് ഉണ്ട്, അവരുടെ കൂടെ ഞങ്ങൾ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ എന്നൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റം പൊളിയാണ് സത്യം. ഒരുപാട് പേർക്ക് അവസരം കിട്ടും, യൂത്തിന് അവസരം കിട്ടും. എത്രയോ രൂപകൾ മടക്കിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ച് പിള്ളേർ നിൽക്കുന്നത്. അവർക്ക് ഭയങ്കര കഴിവുണ്ട്. ഞാൻ അവരെ യൂസ് ചെയ്ത് എൻ്റെ ക്രൂവായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ നായിക, നിങ്ങൾ ചോദിച്ച ചോദ്യം നായിക പ്രാധാന്യത്തിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളത് പറഞ്ഞപ്പോൾ ഈ കുട്ടിയെ നമ്മൾ ഈ സെലക്ട് ചെയ്ത് ഇതിലേക്കാക്കി. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സൗകര്യം ഒരുക്കിയിട്ടേക്കുന്നത്. അതായത് തനിക്ക് ഹെൽപ്പായിട്ട് ഇപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റ് നിത്യാമേരി എന്നൊരു കുട്ടിയാണ്, ഒരു സ്ത്രീ ആളുണ്ട് ഓൾറെഡി സെറ്റിൽ. ഓക്കെ, ബാക്കിയെല്ലാം ഞങ്ങൾ ആണുങ്ങളായിരിക്കും. അപ്പോൾ തനിക്ക് കംഫർട്ടായിരിക്കും, എന്ത് കാര്യം അവിടെ സംസാരിക്കാം, എനിക്ക് എന്ത് ആവശ്യമുണ്ട് സംസാരിക്കാം. ഗസ് അവിടെ നിന്നല്ലേ പുള്ളി ഞങ്ങളോട് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഒരു കംഫർട്ട് സോണാണ്. അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തതാണ് പലരും നേരിടുന്നത്. അറിയാലോ, മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഇതുപോലെ ഇത് എന്താ സ്ത്രീകൾക്ക് അവസരം കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയം നിൽക്കുന്നുണ്ട്, അങ്ങനെ സംഭവം. അപ്പം ഞാൻ ആ സമയത്ത് അവർ പറഞ്ഞ നിത്യ പോലെ ചോദിച്ചു കാർഡ് വിഷയം കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു നമ്മൾ ഓൾറെഡി അങ്ങനെ ഒരു യൂണിയൻ രജിസ്ട്രേഷനിലേക്ക് പോകുന്നൊരു പ്രോജക്റ്റ് അല്ല, അത് OTT വേണ്ടി ആയതുകൊണ്ട് കുറേ ഇത് ഒഴിവാക്കി യൂണിയനുകളെല്ലാം. അപ്പോൾ അങ്ങനെയാണ് നമ്മളത് നിത്യ ഇത് മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത്. അപ്പോൾ സിത്താരയ്ക്കാണെങ്കിലും ഒരു കംഫർട്ട് ഒരാളുണ്ട് കൂടെ. പിന്നെ ഉള്ളതിനകത്ത് ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. ആൾക്ക് ഫുഡൊക്കെ കറക്റ്റ് ആകുമ്പോൾ ഞങ്ങൾ ആ സമയത്ത് ബ്രേക്ക്, പക്ഷേ ക്യാമറ സെറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ലൈറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്തുള്ള ചെറിയ ബ്രേക്ക് എടുക്കുന്നു. എന്നാൽ പോലും നായകനും നായികയൊക്കെ ആണെങ്കിലും നായിക പോയി തെർമോക്കോള അല്ലെങ്കിൽ ഇപ്പം ചാക്ക് അങ്ങനെയുള്ള എൻ്റെ ലൊക്കേഷൻ അങ്ങനത്തെ ആയിരുന്നു, ഒരു റഫ് പ്ലേസ് ആയിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ കിടന്ന് റെസ്റ്റ് അങ്ങനെ ചെയ്ത് ആ സമയത്ത് ഷൂട്ടിൻ്റെ ടൈം അങ്ങനെയുള്ള ബ്രേക്ക് അവർ എടുത്തുള്ളൂ, അല്ലാതെ നമുക്ക് ബ്രേക്കില്ല. ത്രൂ ഔട്ട് ഷൂട്ടായിരുന്നു. ഇപ്പോൾ രാവിലെ 9 അല്ലെങ്കിൽ 7 തുടങ്ങി 8 തുടങ്ങിയാൽ വൈകിട്ട് 9 മണി വരെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. ഏകദേശം ഒരു 18 ദിവസം കൊണ്ട് തീർക്കാൻ എനിക്ക് ടീമാണ്. അതെന്നുവെച്ചാൽ സിങ് സൗണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് സിങ് സൗണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ അറിയാലോ, ഇപ്പം പുതിയ ആർട്ടിസ്റ്റ്, കാരണം ബേസിക്കലി ഇതെന്ന് പറയുമ്പോൾ ആൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കുറച്ച് ടൈം വേണമെന്ന് പറയുമ്പോൾ നമ്മൾ അതിന് കൊടുക്കുമായിരുന്നു. ചിലപ്പം ഇമോഷനാണ് ഇയാൾക്ക് റിലേറ്റ് ചെയ്ത സ്ക്രിപ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ ജീവിതത്തിലുമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് ചില സമയത്ത് ഇമോഷൻ അങ്ങനെ. അപ്പോൾ ഞങ്ങൾ ആ അവസ്ഥ എന്നോട് ഒന്ന് പറയും, അപ്പോൾ ഒന്ന് ബ്രേക്ക് എടുക്കാൻ വേണ്ടി പുറത്തു പോയി നിൽക്കും. അങ്ങനെ ഒരു ഇതായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു ഒരു കുടുംബം പോയിട്ട് എൻജോയ് ചെയ്താണ് ഈ പ്രോജക്റ്റ്. അങ്ങനെ ഒരു ടീം വർക്കായിരുന്നു.